വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നാളെ എക്സാം ആണ്. എൻ്റെ മുമ്പിൽ 3 മണിക്കൂർ ഇന്ന് പഠിക്കാൻ കിട്ടും. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എക്സാം ഇല്ല, അവരൊരു ഫിലിമിന് പോകാനായിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് ഒരു ഫിലിമിന് പോകാം, അല്ലെങ്കിൽ എനിക്ക് ഈ 3 മണിക്കൂർ ഉപയോഗിച്ച് എനിക്ക് നാളത്തെ എക്സാമിന് പഠിക്കാം. ഞാനിവിടെ ഫിലിമിന് പോകണ്ടെന്ന് വിചാരിക്കുന്നു. പകരം എന്താണ്, ഞാനിവിടെ പഠിക്കാൻ തീരുമാനിക്കുകയാണ് 3 മണിക്കൂർ. കാരണം എനിക്ക് നാളെ എക്സാം ആണ്. അപ്പോൾ ഞാനിവിടെ വേണ്ടാന്ന് വെച്ചൊരു കാര്യം ഉണ്ടല്ലോ, എൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എക്കണോമിക്സിൽ പറയുമ്പോൾ അതിനൊരു ടേമായിട്ട് പറയും, എക്കണോമിക്കൽ ടേമായിട്ട്. അതായത് കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്നാണ് അതിനെ പറയാം. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ 100 റുപ്പീസ് ഉണ്ട്. ഈ 100 റുപ്പീസ് വെച്ചിട്ട് ഒന്നെങ്കിൽ എനിക്കൊരു സ്ട്രോബെറി സ്മൂത്തി കഴിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു വാനില ഐസ്ക്രീം കഴിക്കാം. എനിക്കിവിടെ വാനില ഐസ്ക്രീമാണ് ഇഷ്ടം, സ്ട്രോബെറി സ്മൂത്തി ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. ഏതെങ്കിലും ഒന്നേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ട്രോബെറി സ്മൂത്തിയേക്കാൾ എനിക്കിഷ്ടം വാനില ഐസ്ക്രീം ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ വേണ്ടാന്ന് വെച്ചതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, സ്ട്രോബെറി സ്മൂത്തി വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ ആ സന്തോഷത്തെ ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോൾ ആ ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയാം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടോ, കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ആണ്. ഇത് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ദി എക്സാമ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദി ഫണ്ടമെന്റൽ എക്കണോമിക് കണ്ടീഷൻ ആസ് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് we are always forced to make choices between alternative commodities. എന്ന് വെച്ചാൽ എന്താ, അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് കമ്മോഡിറ്റീസിന് നമ്മളൊരു ചോയ്സ് നടത്താനായിട്ട് നമ്മൾ കമ്പൽഡ് ആണ്, നമ്മൾ ഫോഴ്സ്ഡ് ആണ്. അപ്പം ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ 100 റുപ്പീസേ ഉള്ളൂ. ഒന്നെങ്കിൽ എനിക്ക് സ്ട്രോബെറി സ്മൂത്തി മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം മേടിക്കാം. അതേപോലെ തന്നെ ഇക്കോണമിയിലും റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ടാണ്, ഇവിടെ സ്കേഴ്സിറ്റി ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു ചോയ്സ് ചെയ്യാനായിട്ട് ഞാൻ ഫോഴ്സ്ഡ് ആവുന്നത്. ഓക്കെ, ഇതാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.